ഹലോ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ഗണിതത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ 4 ചോദ്യങ്ങളാണുള്ളത്. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ 13 സ്ക്വയർ എന്നാണ്. 10 സ്ക്വയർ പ്ലസ് പിന്നെ ഡാഷ് ഇട്ടിട്ടുണ്ട് 3 സ്ക്വയർ. ഡാഷിന്റെ അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഫില്ല് ചെയ്യേണ്ടത് 10 ഇൻറ്റു 3 ഇൻറ്റു 2 എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്കറിയാം. എന്താണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ, അതായത് 10 പ്ലസ് 3 സ്ക്വയറിനാണ് 13 സ്ക്വയറിന് എഴുതുന്നത്. അപ്പൊ 10 സ്ക്വയർ പ്ലസ് എന്താണ് അടുത്തത് എന്താണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാറ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, ഇങ്ങനെ ഈ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ ആണ് 10 സ്ക്വയർ, 2xy എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇവിടെ 10ഉം വൈ എന്ന് പറയുന്നത് 3ഉം ആണ്. അപ്പൊ 2 ഇൻറ്റു 10 ഇൻറ്റു വൈ എന്ന് പറയുന്നത് എത്രയാണ്? വൈ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോ 10 ഇൻറ്റു ഇതിനെ തിരിച്ച് എഴുതിയാണ് 10 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് പറയുന്നത്. അത് 2 ഇൻറ്റു 10 ഇൻറ്റു 3 തന്നെയാണ് 10 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് പറയുന്നത്. 10 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് അത് തിരിച്ച് എഴുതിയേക്കണെയാണ് 2 ഇൻറ്റു 10 ഇൻറ്റു 3 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ. ഈ ഫോർമാറ്റ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 10 ഇൻറ്റു 3 ഇൻറ്റു 2 എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെയുള്ള 2 പ്രസ്താവനകൾ വായിക്കുക. പ്രസ്താവന 1, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. അത് ശരിയാണ്. പ്രസ്താവന 2, ഒരു ത്രികോണത്തിന്റെ കോണുകളെല്ലാം മറ്റൊരു ത്രികോണത്തിന്റെ കോണുകൾക്ക് തുല്യമായാൽ ത്രികോണങ്ങളുടെ വശങ്ങളും തുല്യമായിരിക്കും. ഈ പറഞ്ഞതില് പ്രസ്താവന 2 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 123 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,129 ആണ് തന്നേക്കുന്നത്. അപ്പൊ 12.3 സ്ക്വയർ 12.3 സ്ക്വയറിന് 12 ഇൻറ്റു 12 12.3 ഇൻറ്റു 12.3, അതായത് പോയിന്റിന് ശേഷം 2 സംഖ്യ മാറ്റിയിട്ടാണ്, അല്ല 2 സംഖ്യ മാറ്റിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ 2 സംഖ്യ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടേക്കണം ഏതാണ്? 151.29. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്നതിൽ സമബഹുഭുജങ്ങൾ ഏതൊക്കെ? അതായത് എല്ലാ വശവും സെയിം ആയിട്ടുള്ളത്. ഒന്നാമത്തേല് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. പിന്നെ ഏതാണ്? നമ്മുടെ സമചതുരാണ് അല്ലെ. 4, അതിന്റെയും എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. മറ്റേതിന്റെ രണ്ടിന്റെയും വശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ടുള്ളത്. പക്ഷെ ആംഗിൾസും അതുപോലെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. താഴെ തന്നിരിക്കുന്ന സമബഹുഭുജങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 4ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഈ സെക്ഷൻ ബി, ചിത്രത്തിൽ എ ബി സി ഡി ഒരു സാമാന്ത്രികമാണ്. ആംഗിൾ സി എ ഡി 25 ഡിഗ്രി, ആംഗിൾ എ സി ഡി 55 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി സി എത്രയാണെന്ന് ചോദിച്ചാണ്. അതായത് 180 നിന്ന് 55 പ്ലസ് 25 കൂട്ടിയിട്ട് അതിപ്പം 80 കിട്ടും. അപ്പൊ 180 നിന്ന് 80 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 100. ഇത് 100 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? ആംഗിൾ എ ബി സി എന്ത് തന്നെയായിരിക്കും? 100 തന്നെയായിരിക്കും. അത് 100 ആണെങ്കിൽ അതും എന്തായിരിക്കും? 100 തന്നെയായിരിക്കും. ഇനി വിട്ടുപോയ സംഖ്യകൾ എഴുതുക. 6ാമത്തെ ക്വസ്റ്റ്യൻ, വിട്ടുപോയ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2.5 സ്ക്വയർ ആണ് തന്നത്. ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ ആണ് അല്ലെ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ ഫോർമാറ്റിലാണ് നമ്മൾ ഇതിനെ എഴുതേണ്ടത്. അപ്പോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സും ഇത് വൈയും ആണ് കേട്ടോ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, എക്സ് എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, 2xy എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പൊ 2 ഇൻറ്റു ഹാഫ് പ്ലസ് എന്താണ്? വൈ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ഹോൾ സ്ക്വയർ ആണ്. വൈ ഇതല്ലേ 1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4ഉം 2ഉം വെട്ടിയാൽ പിന്നെ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 1/2 എന്ന് കിട്ടും. പ്ലസ് 1/2 ഹോൾ സ്ക്വയറിന് നമുക്ക് 1/2 4 എന്നല്ലേ. 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 2ഉം 4ഉം വെട്ടും. അപ്പൊ 2 എന്ന് കിട്ടും. അപ്പൊ 2 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1. അപ്പൊ ഇവിടെ പ്ലസ് 1/4. അപ്പൊ ഇവിടെ കിട്ടുന്നത് 1/4 ആണ്. ഇത് വെച്ചിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് താഴെ ചെയ്യാം. 7/1/2 സ്ക്വയർ എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്ത് നോക്കാതെ തന്നെ കിട്ടും അല്ലെ. 7 സ്ക്വയർ
രണ്ടാമത് എക്സിന്റെ സ്ഥാനത്തുള്ളത് ഇവിടെ 7 പ്ലസ് എന്താണ് 1/4 ചെയ്ത് നോക്കാതെ തന്നെ ഉത്തരം കിട്ടും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 3600 ഡിഗ്രി ആകുമോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. അതെ, ആകും. എന്തുകൊണ്ടാണ്? 180 ഡിഗ്രിയുടെ ഗുണിതമാണ് എന്തെന്ന് പറയുന്നത് 3600. ചിത്രത്തിലെ മട്ട ത്രികോണത്തിന്റെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങൾ തുല്യമാണ്. ചെറിയ രണ്ട് കോണുകളുടെ അളവുകൾ കണക്കാക്കുക. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് 90 കിട്ടണം. 45 ഡിഗ്രിയും 90 മൊത്തം എത്രയാണ്? 180 ആണ്. 180ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ ബാക്കി 90, അത് രണ്ടും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോ അവിടെ 45 ഡിഗ്രി എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ സമചതുരത്തിന്റെ വശങ്ങൾ 1 സെന്റിമീറ്റർ വീതം കൂട്ടിയും കുറച്ചും കിട്ടിയ ചതുരമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ സമചതുരത്തിന്റെ വശം എക്സ് എന്നെടുത്ത് ഷെയ്ഡ് ചെയ്ത ചതുരത്തിന്റെ വശങ്ങൾ കണ്ടെത്തുക. അപ്പൊ നമ്മൾ സൈഡിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ x+1, കുറച്ച് കഴിഞ്ഞാൽ എന്താണ് x-1. അപ്പൊ വശങ്ങൾ ഏതൊക്കെയാണ്? x+1ഉം x-1ഉം. അപ്പൊ ഷെയ്ഡ് ചെയ്ത ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? L/B ആണ്. x+1 ഇൻറ്റു x-1. അപ്പൊ x² - 1² എത്ര കിട്ടി? x² - 1 എന്ന് കിട്ടി. സമചതുരത്തിനാണ് ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ? സമചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമബഹുഭുജത്തിന്റെ അകക്കോണിന്റെ അളവ് 135 ഡിഗ്രിയാണ്. ഈ സമബഹുഭുജത്തിന്റെ ഒരു പുറംകോണിന്റെ അളവ് എത്ര? പുറംകോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 135 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി? 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ സമബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 360 ബൈ നമ്പർ ഓഫ് സൈഡ് n ആണ് അല്ല, നമ്പർ എന്താണ് പുറംകോണിന്റെ അളവും കൂടെ ചെയ്താൽ മതി ഒരെണ്ണത്തിന്റെ അല്ലെ. അപ്പൊ 360 ബൈ 45 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 8 കിട്ടി. അപ്പൊ 8 വശങ്ങളുണ്ട്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഈ ചതുർഭുജത്തിന്റെ എതിർമൂലകളെ യോജിപ്പിക്കുന്ന വര ആ മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയാണ് തന്നേക്കണേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനൊന്ന് ഡയഗണൽ വരച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ AB = ഏതായിരിക്കും? CD. AB = CD ആണ്. അതുപോലെ BC = എന്താണ്? AD യും ആണ്. അപ്പോ ഇതിന് രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള വശമാണ് എന്തെന്ന് പറയുന്നത്? AC എന്ന് പറയുന്നത് അല്ലെ. ഇതിന് രണ്ടിന്റെയും ഒരു വശമാണ് എന്തെന്ന് പറയുന്നത്? AC എന്നുണ്ട്. അതായത് 3 വശങ്ങളും തുല്യമായതിനാൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യം. അതുകൊണ്ട് വികരണം എന്ത് ചെയ്യുന്നു? കോണുകളെ സമഭാഗം ചെയ്യുന്നു. അങ്ങനെ നമ്മളത് തെളിയിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ ആ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമാണെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. ചിത്രത്തിൽ ഒരു ത്രികോണം വരയ്ക്കുക, അതിനെ കട്ട് ചെയ്യുക അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താണ്? AM = B. M ആണ് മിഡ് പോയിന്റ്, അതായത് മധ്യബിന്ദു എന്ന് പറയുന്നത്. അപ്പൊ AC = എന്തായിരിക്കും? BC ആയിരിക്കും, കാരണം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CM രണ്ടിന്റെയും കോമൺ പൊതുവശമാണ് എന്തെന്ന് പറയുന്നത്? CM എന്ന് പറയുന്നത്. അപ്പൊ ത്രികോണങ്ങളുടെ 3 വശങ്ങളും തുല്യമായതിനാൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള ആംഗിൾ A = ആംഗിൾ B എന്താണ്? തുല്യമാണ്. അപ്പൊ ആംഗിൾ Aയും ആംഗിൾ Bയും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് B ക്വസ്റ്റ്യൻ തന്നേക്കണം നോക്കാം. B ക്വസ്റ്റ്യൻ അല്ല, 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യനിൽ 35² എന്ന് പറയുന്നത് 1225 ആണ്. ഇത് ഉപയോഗിച്ച് 36ന്റെ വർഗ്ഗം കാണുക. അപ്പൊ 35² നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ 36² ആണ് നമ്മൾ കാണേണ്ടത്. അതിനെ നമ്മൾ ഓൾറെഡി 35 എന്ന് പറയുന്നത് നമുക്ക് 36ലേക്ക് കിട്ടണമെങ്കിൽ 35+1² എന്ന് ചെയ്താൽ മതി. ഇത് x+y അല്ലെങ്കിൽ a+b² എന്നുള്ള ഫോം ആണ് അല്ലെ. അപ്പൊ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ x² + 2xy + y² അത് വെച്ചിട്ട് ചെയ്താൽ മതി. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. x² എന്ന് പറഞ്ഞാൽ 35². അത് ഓൾറെഡി നമുക്ക് അറിയാം എത്രയാണ്? 1225 ആണ്. ഇനി 2xy എന്ന് പറഞ്ഞാൽ 2 × 35 × 1. അത് ചെയ്യുമ്പോൾ നമുക്ക് 70 കിട്ടി. 1² 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 1296 എന്ന് കിട്ടി. ഇനി 33ന്റെ വർഗ്ഗം കാണാനാ പറയുകയാണെങ്കിൽ 33² എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം 35ന്റെ സ്ക്വയർ ആണ് 1225. അപ്പൊ 35ൽ നിന്ന് എത്ര കുറയ്ക്കണേണ്? 33 2 കുറയ്ക്കണേണ്. അപ്പൊ 35 - 2, അതായത് a - b അല്ലെങ്കിൽ x-y² എന്നുള്ള ഫോമാണ്. x-y² എന്നുള്ള ഫോമാണ്. x - y² എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്?
എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ ഫോർമാറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അറിയാം എക്സ് സ്ക്വയറും 35 സ്ക്വയർ ആണ്, മൈനസ് 2xy എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 35 ഇൻറ്റു 2 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഓൾറെഡി 35 സ്ക്വയർ എന്ന് പറഞ്ഞത് 1225 ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലസ് മൈനസ് എന്താണ് 2 ഇൻറ്റു 35 ഇൻറ്റു 2 എന്ന് പറഞ്ഞത് 140 ആണ്. പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1089 എന്ന് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ ഈ കണക്കുകൾ നോക്കുക. ഇവിടെ 3 ഇസിക്കൽ ടു 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 5 ഇസിക്കൽ ടു 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 7 ഇസിക്കൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്രമത്തിലുള്ള വരി എത്രയായിരിക്കും? 3, 5, 7 ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ 3, 5, 7 കഴിഞ്ഞാൽ അടുത്തത് 9 ആയിരിക്കും. അടുത്ത് 2, 3, 4 ആണെങ്കിൽ അടുത്തത് 5 സ്ക്വയർ ആയിരിക്കും. 1, 2, 3 ആണെങ്കിൽ അടുത്തത് 4 സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെ ഈ അടുത്ത വരി എഴുതാനാണ് പറഞ്ഞത്. ഇനി 15ന് രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് രീതിയിൽ എഴുതുക. അപ്പൊ 15 ഉത്തരം കിട്ടുന്നത് ഒന്ന് 15 ഇൻറ്റു 1 എഴുതിയാൽ 15 എന്ന് കിട്ടും. അതുപോലെ 5 ഇൻറ്റു 3 5 ഇൻറ്റു 3 15 ആണ്. 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും 15 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എല്ലാം ഈ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പൊ 15 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 15 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 15 മൈനസ് 1/2 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ 15 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 16, 16/2 മൈനസ് 15 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 14/2. അപ്പൊ 2ല് 8 2 16. അപ്പൊ 8 സ്ക്വയർ മൈനസ് 7 2 14, 7 സ്ക്വയർ. 14ന്റെ പകുതി 7 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടുന്ന 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ. അടുത്ത 5 ഇൻറ്റു 3 15 ആണ്. അപ്പൊ 5 പ്ലസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 5 മൈനസ് 3/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ 5 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 8, 8/2 ഹോൾ സ്ക്വയർ. 5ന്ന് 3 പോയാൽ 2, 2/2 ഹോൾ സ്ക്വയർ. അപ്പൊ 8 2 2 4 2 8. അപ്പൊ 4 സ്ക്വയർ മൈനസ് 2 1 സ്ക്വയർ ആണ് പിന്നെ കിട്ടുന്നത്. അപ്പൊ 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ